നമ്മളെ കോഴിക്കോട് കൂർത്തുമ്പോയിലിൻ്റെ അടുത്തടുത്ത കിണറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. രാവിലെ തന്നെ അതിനോണ്ട് കൊത്തുകയാണ്, കല്ലായില്ല. ഈ കിണറിൻ്റെ നിലവിലെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ കല്ലില്ലാത്ത കിണറാണ്. അടി തൊട്ടിട്ട് മുകളിൽ വരെ നമുക്ക് കുഴിക്കണം, കുഴിച്ചിട്ട് കെട്ടണം. കെട്ടാന്ന് പറഞ്ഞാൽ പാക്ക് വെച്ച് കെട്ടണം. അപ്പോൾ നമുക്ക് ഉരുളിനെ കെട്ടാനുള്ള ടൈം ഏകദേശം ഒരാളായിട്ടിന് ആയാൽ നമ്മൾ ഉരുള് കെട്ടും. നമ്മളെല്ലാ സൈറ്റിലും പോലെ തന്നെ ഈ സൈറ്റിൽ നല്ല വെയിലുണ്ട്, പായ് നിർബന്ധമാണ്, ഫാന്, ഇതെല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ പണിയെടുക്കുക. മുക്കിക്കയറ്റേ നല്ല നേക്കന്നെ. നമ്മളെടുക്കുന്ന ഈ കിണറിൽ തീരെ കല്ലുണ്ടാവില്ല, മണ്ണ് മാത്രമാണ് ഈ കിണറിൽ. പടവ് വെട്ടാനുള്ള ചെങ്കല്ല് എന്തായാലും ഈ കിണറിൽ കിട്ടൂല എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് നല്ല ചെത്തിപ്പടവ് വേണമെങ്കിൽ നല്ല അടിപൊളി പടവ് വെട്ടാൻ പറ്റിയ അടിപൊളി ചെങ്കല്ലായിരിക്കണം. ചെങ്കല്ല് എന്തായാലും ഇതിൻ്റെ അകത്തുണ്ട്. ഒരു ദിവസം രാവിലെ തന്നെ നമ്മൾ സൈറ്റിൽ പണിയെടുക്കാൻ വേണ്ടി വന്നപ്പോൾ കിണറിനകത്ത് ഒരു അണലിക്കുട്ടി കണ്ടിട്ട് പെരുമ്പാവിനെ പോലെ ഉണ്ട്. എന്തായാലും അണലീൻ്റെ കുട്ടിയാണ്. ആള് കുഴപ്പമില്ല. പിന്നെ സാധനം എവിടെ വെക്കുക, പിക്കാസ് സാധനമല്ലേ, കൊട്ടയല്ലോ. വാവ സുരേഷിനൊന്ന് വിളിക്കുക, നമുക്ക് നേരമില്ലാത്തതിനുകൊണ്ട് ഞങ്ങൾ തന്നെ അതിനെ മെല്ലെ ഒരു വടി കൊണ്ട് കൊട്ടയിലേക്കാണ്. കിണറിൻ്റെ പണിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൊട്ട അങ്ങനെയുള്ള സാധനങ്ങൾ, ചാക്ക് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ കിണറിൻ്റെ അകത്ത് വെക്കാതെ കരയിൽ എവിടെയെങ്കിലും വെക്കാൻ ശ്രമിക്കുക. ഈ വക സാധനങ്ങൾ എന്തെങ്കിലും കിണറിൻ്റെ അകത്ത് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കയറി നിൽക്കാൻ സാധ്യതയുണ്ട്. അപകടം ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളതാണ്. ഇതേപോലെ കുറച്ച് കാലം മുന്നേ നമ്മൾ വേറൊരു പണിയെടുത്ത സമയത്ത് ഒരു പാമ്പുണ്ടായിരുന്നു. അത് നല്ല മൂർക്കം പാമ്പായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായില്ല, നമ്മളതിനെ രക്ഷപ്പെടുത്തി വിട്ടു. അതേപോലെ തന്നെ ഇതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് വലിയ ഉപദ്രവമൊന്നും ചെയ്തില്ല, അതുകൊണ്ട് നമ്മളങ്ങനെ ഒഴിവാക്കുന്നു. നമ്മളെ കിണറിൽ ബാക്കി വെള്ളം കണ്ട ശേഷം 2 മോട്ടർ വെച്ചിട്ടാണ് ഈ പണിയെടുത്തത്. ഒരു മോട്ടർ വെച്ചിട്ട് നമ്മളെ വെള്ളം വറ്റിയില്ല, അതുകൊണ്ട് 2 മോട്ടർ വെച്ചിട്ടാണ് പണിയെടുത്ത് ലാസ്റ്റിലേക്ക്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സിലൊക്കെ നല്ല കച്ചറയാവും. നല്ല മഞ്ഞ കളറും വെള്ള കളറൊക്കെ നല്ലോണം ഉണ്ടാവും. ഡ്രസ്സൊക്കെ അലക്കുക എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ പണിയെടുത്തിട്ടാണല്ലോ. ഈ കിണറിൽ ഒരാളെ ഹൈറ്റിൽ ഞങ്ങൾ വെള്ളം നിലനിർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ പാക്ക് വെച്ച് കെട്ടാൻ പോവാണ്. പാക്ക് വെച്ച് കിട്ടുന്നതിന് മുന്നായിട്ട് 4 പാക്ക് 4 സൈഡിൽ ഇറക്കി വെച്ചിട്ട് മുകളിൽ നിന്ന് തൂക്കം നോക്കിയിട്ട് ചെത്ത അല്ലാത്ത രീതിയിൽ റെഡിയാണോ നോക്കിയിട്ടാണ് നമ്മൾ കെട്ടാൻ തുടങ്ങുക. പഞ്ചായത്തിന് അല്പം പോകുന്നു. നമ്മളെ കിണറിലേക്ക് കല്ലെറുക്കാൻ നല്ല എക്സ്പീരിയൻസ് ഉള്ള പണിക്കാരായിരിക്കണം. കുറച്ച് കാലം പണിയെടുത്ത് പരിചയമുള്ള ആൾക്കാരാണ് നമ്മൾ കിണറിൽ കല്ലൊക്കെ ഇറക്കാൻ ആക്കൽ. നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ കിണർ കെട്ടുന്ന സമയത്ത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കല്ല് മുറിഞ്ഞ് താഴോട്ടൊക്കെ പോയാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. വേവിച്ചില്ലിയാണ്. വേവിച്ചില്ലി എന്ന് പറഞ്ഞാൽ ചെറിയ മെറ്റൽ. ആ മെറ്റലാണ് കിണറിൻ്റെ പാക്ക് വെക്കുന്നതിൻ്റെ അടിയിൽ നമ്മൾ ഇട്ട് ലെവൽ ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിലാണ് പാക്ക് നമ്മൾ വെക്കുന്നത്. അതേ സാധനം തന്നെയാണ് നമ്മൾ സൈഡിൽ നിറയ്ക്കുമ്പോൾ ഇടുന്നത്. വെള്ളല്ലേ മോട്ടർ എടുത്തിട്ടോ, കാർത്തിയമ്മ പോയിക്കോ, മോട്ടർ ഇട്ടോ. പാക്ക് വെച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ 4 ഇഞ്ച് ബാക്കോട്ട് കല്ല് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ വെള്ളോട്ട് കൂടെ വെട്ടുക. പിന്നെ അതിൻ്റെ മുകളിലാണ് ബാക്കിയുള്ള പടവും കെട്ടിയിട്ട് കൊണ്ടുവരിക.
ഞാനെന്താ ചെയ്തു പോവാ കുളിക്കുന്നത് നമ്മളെ കിണറിന് വേണ്ടി എല്ലാ കല്ലും ചെത്തല് നമ്മളെ ചിത്രേട്ടനാണ്. ചിത്രേട്ടൻ നമ്മളെ കൂടെ കുറേ കാലമായി കല്ല് ചെത്തുന്നു. അപ്പം നമ്മളെ ഈ സൈറ്റിലെ പണി ഏകദേശം അവസാനിക്കാനായിട്ടുണ്ട്. ഈ സൈറ്റിൽ 3 വരി ആൾമാരാണ് നമ്മൾ ഓണർ പറഞ്ഞത്. അതുകൊണ്ട് 3 വരി ആൾമാരെ കിട്ടി നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത സൈറ്റ് നമ്മളത് ബാംഗ്ലൂരിനടുത്ത് തമിഴ്നാട് സ്റ്റേറ്റിലാണ്. ഏകദേശം ബാംഗ്ലൂരിന് 80 കിലോമീറ്റർ പോയിട്ട് തളി എന്ന് പറഞ്ഞ സ്ഥലം. നമ്മളെ കിണറിൻ്റെ പണീൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഫോണായിരുന്നാ അത് ഇട്ടടാ കാരൻ്റെ ഫോൺ